Hi all, welcome to Exam by Learning. Algebra അടുത്തൊരു പ്രോബ്ലം നോക്കാം. Rama was asked by her teacher to subtract 3 from a certain number and then divide the result by 9. Instead, she subtracted 9 and then divided the result by 3. She got 43 as an answer. What would have been the answer, her answer, if she had solved the problem correctly എന്നുള്ളതാണ് PRMO 2012 ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പ്രാക്ടിക്കൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആൾജിബ്രയുടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ തന്നിട്ടുള്ളത് നോക്കാം. Rama was asked by her teacher to subtract 3 from a certain number and then divide the result by 9. So like ഒരു certain number ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിനോട് 3 സബ്ട്രാക്ട് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 9 ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നമ്പർ നമുക്ക് അറിയില്ല. സോ നമ്മൾ അത്തരം കേസിൽ എന്താടുക്കും, അതിനെ വേരിയബിൾ ആക്കി എടുക്കും. സോ എന്താണ്, എക്സ് ആണ് അറിയാത്ത നമ്പർ എന്ന് വിചാരിക്കുക. സോ സപ്പോസ് ലൈക്ക് എന്താണ്, രമ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്, x-3/9 ആയിരുന്നു ചെയ്യേണ്ടിരുന്നത് അല്ലേ. ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ട്, അതിനെന്ത് ചെയ്യണം, 3 സബ്ട്രാക്ട് ചെയ്യണം ആൻഡ് ദെൻ ഡിവൈഡ് ദ റിസൾട്ട് ബൈ 9. ഇപ്പോൾ x-3 എന്ത് ചെയ്യണം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എന്താണ് രമ ചെയ്ത് നോക്കുക, ഷീ സബ്ട്രാക്റ്റഡ് 9 ആൻഡ് ദെൻ ഡിവൈഡഡ് ദ റിസൾട്ട് ബൈ 3. സോ രമ എന്താ ചെയ്തത്, x-9/3 ആണ് ചെയ്തത്. സോ എന്താ റിസൾട്ട് കിട്ടി, 43 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x-9ന്റെ വാല്യൂ എത്ര വരിക, 129 ആൻഡ് എക്സിൻ്റെ വാല്യൂ എത്ര വരും, 138 വരും അല്ലേ. എക്സിൻ്റെ വാല്യൂ 138 വരും. വാട്ട് വുഡ് ഹാവ് ബീൻ ഹെർ ആൻസർ ഇഫ് ഷീ ഹാഡ് സോൾവ് ദ പ്രോബ്ലം കറക്റ്റ്ലി എന്നുള്ളതാണ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്, ഏതാണ് ആ നമ്പർ എന്നുള്ളതല്ല ചോദ്യം. എന്തായാലും കറക്റ്റായിട്ട് സോൾവ് ചെയ്തിരുന്നെങ്കിൽ ആ ആൻസർ എന്താവും എന്നുള്ളതാണ് ചോദ്യം. സോ എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ് കറക്റ്റ് മെത്തേഡ്, എന്താണ്, x-3/9 അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സിന് പകരം എന്ത് ചെയ്യണം, 130 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എന്താ വരിക, 138 - 3/9 വരും, വിച്ച് ഇസ് 135/9, വിച്ച് ഇസ് എന്താ വരിക, 9 145 5, വിച്ച് ഇസ് ആൻസർ 15 ആണ് വരിക. സോ രമ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ആൻസർ കിട്ടുക, 15 ആണ് ആൻസർ കിട്ടുക. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്, 15 ആണ്.